അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അറുതിയായി. ഇതാണ് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ലാലേട്ടൻ തന്ന എന്റെ കപ്പ്. ഓ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അവിടെ ഒരു ഗമ. നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം? ഓ, എന്റെ അഭിപ്രായം പറയാത്ത താമസമല്ലേ ഉള്ള അങ്ങോട്ട് എടുക്കാൻ. പറ്റുമെങ്കിൽ നമുക്ക് ആ കപ്പിങ് എടുത്തോണ്ട് ഓടിയല്ല. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ എടുത്തോണ്ട് ഓടും. ഇപ്പൊ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ കപ്പ് എടുത്തോണ്ട് ഓടുന്നു, പിന്നെ ബിഗ് ബോസിന്റെ ഒരു കപ്പ് ഞാൻ എടുത്തോണ്ട് ഓടും. എത്ര ഓടിയാലും പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരാനല്ലേ പറഞ്ഞേ പറ്റൂ. എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കണം. എന്തിനാ ബേജാറാവണേ? കിച്ചണിലെ കപ്പ് അവർക്ക് തന്നെ കൊടുത്തിട്ട് പോരാ. ഞങ്ങൾക്ക് വേണ്ട കിച്ചണിലെ കപ്പ്, വീട്ടിൽ കപ്പ് ഉണ്ടല്ലോ. ഇതിന് എന്നാ പറയുന്നേ? കുശുമ്പ്. 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ കപ്പയല്ല, 50 പവന്റെ സ്വർണ്ണ കപ്പ്. ഇല്ലാത്തവന് ഇല്ലാത്തതിന്റെ ദുഃഖം, ഉള്ളവനും ഉള്ളതിന്റെ വിഷമം. ഒരുപാട് മോഹിച്ചത് നഷ്ടപ്പെടുമ്പോ ആർക്കാണെങ്കിലും സങ്കടം തോന്നും. എല്ലാം സഹിക്കുക. ഭയങ്കര സന്തോഷം, പ്രൗഡ് തോന്നുന്നുണ്ട്. ഇതൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞൊരു ഓസ്കാർ വരുന്ന പോലെ തോന്നി എനിക്ക്. ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോ അമ്മമാരും കുട്ടികള്, അച്ഛന്മാര്, ഓ ശരി ശരി ശരി. പോട്ടെ പയ്യൻസ് ഒക്കെ ഭയങ്കര ബഹളമൊക്കെ വീട്ടില്. വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ നമ്മളെങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തല്ലേ? കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് വായി നോക്കി നടക്കാം.